മയ്യത്ത് മിസ്ർ നൈൽ നദിയിൽ 400 കൊല്ലം മറവ് ചെയ്തത് മൂടിയത് മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹിസ്സലാമിന് അല്ലാഹു വഹി അറിയിച്ചു എന്നാണ്. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മയ്യത്ത് നൈൽ നദിയിൽ നിന്നെടുത്ത് പിന്നീട് പിതാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മുഖദ്ദസായ ഭൂമിയിൽ കൊണ്ടുപോയി മറമാടാൻ. യൂസുഫ് നബിയുടെ ശരീരം ഗ്ലാസ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു പാത്രത്തിൽ ഒരു പെട്ടിയിലാക്കി വെള്ളത്തിന്റെ ഉള്ളിൽ മറവ് ചെയ്യുന്നു. ലോകത്ത് 4ാം സ്ഥാനം അലങ്കരിക്കുന്ന വെള്ളമാണ് നൈൽ നദിയിലെ വെള്ളം. ആ വെള്ളത്തിന്റെ ഉള്ളില് യൂസുഫ് നബിയുടെ മയ്യിത്ത് മറവ് ചെയ്യുന്നു. മൂസാ നബി തങ്ങൾ 400 കൊല്ലം കഴിഞ്ഞപ്പോ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം യൂസുഫ് നബിയുടെ മയ്യിത്ത് ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്നു. അള്ളാഹു കാണിച്ചു കൊടുക്കുന്നു സ്ഥലങ്ങള്. പുറത്തെടുത്തു. മയ്യിത്തിന് കേടുപാട് സംഭവിച്ചിട്ടില്ല, ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. യൂസുഫ് നബിയെ ആ പെട്ടിയിൽ നിന്ന് പുറത്തെടുത്ത് മഹാന്മാരായ പ്രവാചകന്മാരും പിതാമഹാന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യമണ്ണിൽ കൊണ്ടുപോയി മറമാടുന്നു. ആ പെട്ടി മൂസാ തങ്ങൾ പിന്നെ ബറക്കത്തിന് വേണ്ടി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. എവിടെ പരാജയമുള്ളത്? മരണം സംഭവം വലിയ സംഭവമാണ്. പക്ഷെ മുത്തഖിയാണോ മുഅ്മിനാണോ? മരണം സന്തോഷം തന്നെയാണ്. മരണശേഷമുള്ള ജീവിതവും സന്തോഷമാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, കോടി ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറ, ലോകത്ത് ജനിച്ചവരും ജനിക്കുന്നവരും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന മഹ്ശറ. ഇന്ന് കണ്ടില്ലേ, ലോക മുസ്ലിമീങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണ് അറഫ. അല്ലാഹു തആല മനുഷ്യൻ ജനിക്കുന്നതിന്റെ മുമ്പ് ലോകം അവസാനിക്കുന്നത് വരെ ലോകത്ത് ജനിക്കുന്ന മനുഷ്യന്മാരുടെ ആത്മാക്കളെ അറുവാഹികളെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. സൂറത്തുൽ അറാഫിൽ അല്ലാഹു പറയുന്നു, അല്ലാഹു തആല വരാൻ പോകുന്ന എല്ലാ ആളുകളെയും വന്ന എല്ലാ ആളുകളുടെയും റൂഹുകളെ അല്ലാഹു ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. എല്ലാ മനുഷ്യന്മാരുടെ റൂഹ്. എന്നിട്ട് അല്ലാഹു ചോദിച്ചു, വലപ്പി റബ്ബിക്കും ഖാലൂ ബലാ. പിന്നെ വാക്ക് മാറിയവരാണ് അല്ലാഹുവിനെ വിശ്വസിക്കാത്ത വിഭാഗം. എല്ലാവരും അന്ന് സമ്മതിച്ചു. ഇന്ന് 600 കോടിയിലധികം ജനങ്ങൾ ഇന്ന് ലോകത്ത് ഇപ്പൊ ജീവിക്കുന്നത്. മരിച്ചവര് അതിലും കോടിക്കണക്കിലാണ്. ഈ വരുന്നത് അതിലും അപ്പുറത്താണ്. അപ്പോ എല്ലാ മനുഷ്യന്മാരുടെ റൂഹുകളെയും അല്ലാഹു ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. മഹ്ശറ വരുന്നേ ഉള്ളൂ. അതിന്റെ മുമ്പ് ഒരു മഹ്ശറ കഴിഞ്ഞു പോയിട്ടുണ്ട്. ശരീരമില്ലാത്ത ആത്മാക്കൾ സംഗമിച്ച മഹാസംഗമം. അതെവിടെയാണ്? മഹാന്മാര് പറഞ്ഞു, ഈ ആയത്തിന്റെ വ്യാഖ്യാനങ്ങളിൽ നോക്കിയാൽ കാണാം, അത് അറഫയില. അറഫയിലാണല്ലോ ലോകത്തെല്ലാരും വരുന്നത്. അന്ന് ആലമുൽ അർവാഹി ഒരു വട്ടം പരിചയപ്പെട്ട ആള് അറഫയിൽ വെച്ച് ഒരു വട്ടം പരിചയപ്പെടുന്ന റൂഹുകൾ തമ്മിൽ കണ്ടുപിടിച്ചു. മനുഷ്യന്റെ റൂഹ് പുതിയലാണ്. അല്ലാഹു തആല ചിന്തിക്കാതെ എല്ലാ ദിവസവും മനുഷ്യന് മരണം തന്നിട്ടുണ്ട്. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ ഫയുംസികു അല്ലതി ഖലാ അലൈഹാ അൽ-മൗത് വയുർസിലു അൽ-ഉഖ്റാ ഇലാ അജലിൻ മുസമ്മാ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. എന്താണ് ഇത്? സൂറത്തിൽ അല്ലാഹു പറയാ, അല്ലാഹു യതവഫൽ അൻഫുസ, ശരീരങ്ങളെ അല്ലാഹു മരിപ്പിക്കുന്നു. ഹീന മൗതിഹാ, ആ ശരീരം മരിക്കുന്ന സമയത്ത്. അതേ പ്രയോഗം അല്ലാഹു പിന്നെ പറയുന്നത് ഉറങ്ങുന്നതിനെ പറ്റിയാണ്. സാക്ഷാൽ മരണത്തിന് പ്രയോഗിച്ച പദപ്രയോഗം അല്ലാഹു രാത്രിയിൽ അല്ലെങ്കിൽ പകലിൽ മനുഷ്യൻ ഉറങ്ങുന്ന ഉറക്കിനെ സംബന്ധിച്ച് അല്ലാഹു പഠിപ്പിക്കുന്നു. വല്ലത്തീലം തമുത്ത്, മരിക്കാത്ത മനുഷ്യനെയും അല്ലാഹു മരിപ്പിക്കുന്നു. ഈ മനാമിഹാ, അവന്റെ ഉറക്ക്. അവിടെ മരണം അത് വ്യത്യസ്തമാണ്. അവന്റെ ശരീരത്തിൽ നിന്ന് ഒരു ചെറിയ വേർപാട് ആത്മാവിന് സംഭവിക്കുന്നുണ്ട്. ഒരുപാട് അർത്ഥങ്ങൾ ഇതിന്റെ വ്യാഖ്യാനങ്ങളിൽ കാണാം.
അള്ളാഹു പറയുന്നു, മരിക്കാൻ വിചാരിച്ച മനുഷ്യന്റെ റൂഹ് അള്ളാഹു പിന്നീട് കൊടുക്കൂല. മറ്റേതിന് കുറച്ചുകൂടെ ജീവിക്കണമെന്ന് അള്ളാഹു കണക്കാക്കി നിശ്ചയിച്ച ആളുകൾക്ക് അള്ളാഹു റൂഹ് കൊടുക്കും. ഇലാജലി മുസമ്മ. എന്താ മരണം? എന്താ ഉറക്കം? മരണമാണ് ഉറക്കി എന്ന് പറഞ്ഞാൽ കണ്ണുകിന്തല, കണ്ണുകൂട്ടിയ ഉറക്കങ്ങൾ വരില്ല. കയ്യും കാലും നീട്ടി വെച്ച ഉറക്കാവും, പുറപ്പിട്ട് മൂടിയ ഉറക്കാവും. ഇതൊന്നും ഉറക്കം. എന്താ ഉറക്കി? ഉറക്കം ഉറക്കി എന്ന് പറഞ്ഞാൽ മരണം. എന്താണ് മരണം? മനുഷ്യന്റെ ശരീരത്തിലുള്ള ആത്മാവ് ഏർപ്പെട്ടു പോകുമ്പോ ഇത് എല്ലാ ദിവസവും ഒരു മനുഷ്യന് സംഭവിക്കുന്നു. അല്ല മരിച്ചതുപോലെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോ നമ്മൾ ചൊല്ലുന്ന ദിക്റല്ല അൽഹംദുലില്ലാഹ്. വലിയൊരു കാര്യമാണ്, കാരണം വലിയൊരു സംഭവമാണ്. അതുകൊണ്ട് അല്ലാഹു വലിയ ഒരു നിഅമത്ത്, ആ നിഅമത്തിന് ഹംദ്, നന്ദി. അൽഹംദുലില്ലാഹ് അല്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. പടച്ചോനെ മരിപ്പിച്ചതിന് ശേഷം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നു എന്നാണ്. നമ്മൾ രാത്രിയിൽ ഉറങ്ങി പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേൽക്കുമ്പോൾ ചെല്ലണമെന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നത്. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ അമാതനി വഇലൈഹി നുശൂർ. എല്ലാ ദിവസവും സംഭവിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ആത്മാക്കളെ, അർവാഹികളെ അള്ളാഹു ഒരു ദിവസം ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് അറഫയില്. ഇനി എല്ലാവരെയും അള്ളാഹു തആല ഖിയാമത്ത് നാളിൽ അവന്റെ ശരീരത്തോടൊന്നിച്ച്, അവന്റെ ബോഡിയോടൊന്നിച്ച് ഒരുമിച്ച് കൂട്ടുമ്പോൾ ഹബീബായ തങ്ങളെ പറഞ്ഞല്ലോ, ഈ ഭൂമിയേക്കാൾ ലക്ഷക്കണക്കിന് ഇരട്ടി വലിപ്പവും വ്യാസവുമുള്ള ഭാരവുമുള്ള ചന്ദ്രനും സൂര്യനും അല്ലാഹു തആല ഖിയാമത്ത് നാളിൽ കൊണ്ടുവരും. ഇദശംസു കുബ്ബിറത്ത് വഇദൻ നുജൂമു കദറത്ത് വഇദൽ ജിബാലു സുജിറത്ത് വഇദൽ ബിഹാറു സുഖിറത്ത്. അല്ലാഹ് 60 ലക്ഷവും അതിലപ്പുറമൊക്കെ വ്യാസവും വലിപ്പവുമുണ്ടെന്ന് പഠിപ്പിച്ച ഈ സൂര്യനെ കുട്ടികൾ തട്ടിക്കളിക്കുന്ന പന്ത് പോലെ ചുരുട്ടപ്പെടുന്ന ദിവസമുണ്ട്. കടറത്ത് ഭൂമിയേക്കാൾ വലിപ്പമുള്ള വിശാലതയും വിസ്തീർണവുമുള്ള ചന്ദ്രഗോളങ്ങൾ, താരാപഥങ്ങൾ, എന്തെല്ലാം അത്ഭുതങ്ങൾ അല്ലാഹു ഭൂമിക്ക് ഉപരിഭാഗങ്ങളിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഭൂമിയിലേക്ക് താഴേക്ക് ഉതിർന്ന് വീണുകൊണ്ടിരിക്കുന്ന ഒരു ദിവസമുണ്ട്. അല്ലാഹു പഠിപ്പിക്കുന്നു, വഇദൽ ജിബാലു സുജിറത്ത്. മക്കളെ, എവറസ്റ്റ് കൊടുമുടിയും ലോകത്ത് കാണുന്ന കൂറ്റൻ മലകളും അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന ഒരു ദിവസമുണ്ട്. പൊട്ടിത്തെറി സംഭവിക്കുന്ന ദിവസമുണ്ട്. പിന്നെ അല്ലാഹു പറയുന്നു, വഇദൽ ബിഹാറു സുഖിറത്ത്. എണ്ണ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കടലിന്റെ ഉള്ളിൽ നിന്നാണ്, സമുദ്രങ്ങളിൽ നിന്നാണ്. എണ്ണക്കടറിന് തീപിടിച്ചാൽ മാസങ്ങളോളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ ആ എണ്ണ അടക്കം ചെയ്യപ്പെട്ട കടലിന്റെ ഉൾഭാഗവും അതിന്റെ ഉപരിഭാഗവും കത്തിക്കപ്പെടുന്ന ദിവസമുണ്ട്. കടൽ വെള്ളം മുഴുവനും കത്തി അമർന്ന് കത്തി നെരിഞ്ഞ് അത് മുഴുവനും നശിച്ചു പോകുന്ന ദിവസമുണ്ട്. സുബ്ഹാനല്ലാഹ്. കാട്ടിൽ ജീവിക്കുന്ന കടുവയും കരടിയും ആനയും പുലിയും സിംഹവും എല്ലാം കരയിലേക്ക് വരുന്നു. ആക്രമിക്കാനല്ല വരുന്നത്, എല്ലാം കരയായി പോയി. കാട് നഷ്ടപ്പെട്ടു പോയി. കാടുകളിൽ ജീവിക്കുന്നത് ലോകാവസാനത്തിന്റെ ദൃഷ്ടാന്തങ്ങളായി ഭൂമിയിലേക്ക് ജനവാസമുള്ള ജനകേന്ദ്രങ്ങളിലേക്ക് വരുന്ന ഒരു ദിവസമുണ്ട്. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ ലോകത്ത് പ്രഖ്യാപിക്കുകയാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കൊല്ലപ്പെട്ടത് ദുൽഹിജ്ജ മാസത്തിലാണ്. മദീനത്തെ പള്ളിയിൽ സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് ഇമാം നിന്ന് നേതൃത്വം കൊടുക്കുമ്പോൾ യഹൂദിയായ ദൂതനായ അബൂ ലുഅലുയുടെ കയ്യിലെ കത്തികൊണ്ട്
ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ 6 കുത്തുകൊണ്ടിരുന്നു എന്നാണ്. മുഅ്മിനീങ്ങളെ 12 പേർക്ക് വലിയ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നും പലരും ആ കുത്തിൽ മരിച്ചു പോയിട്ടുണ്ട് എന്നുമാണല്ലോ ഈ ദുൽഹിജ്ജ മാസത്തിൽ ലോകത്തോട് വിട പറഞ്ഞ മഹാനാ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. കാലിന് കേടുപാട് സംഭവിക്കാത്തത് വെറുതെയല്ല. സുബ്ഹ് നിസ്കാരത്തിന് ഇമാമ് നിന്നപ്പോൾ കയ്യിലുള്ള മൂർച്ചയുള്ള ഘടകം കൊണ്ട് കത്തികൊണ്ട് കുത്തുകൊണ്ട് തൽക്ഷണം പള്ളിയിൽ ബോധമറ്റ് ബോധരഹിതനായി വീണുപോയ ഉമർ ഇബ്നുൽ ഖത്താബ് ഈ വിശുദ്ധ ഖുർആനിന്റെ മാസ്മരിക ശക്തിയുള്ള ഹൃദയാന്തരങ്ങളിലേക്ക് തുളഞ്ഞ് കയറിപ്പോകുന്ന ഈ ഖുർആനിന്റെ മന്ത്രം ധ്വനികളെ ഉമറുൽ ഫാറൂഖിന്റെ കാതുകളിലേക്ക് അടിച്ചു കയറിയപ്പോ ഉമറുൽ ഫാറൂഖ് ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ്. ഒരു വീട്ടുമുറ്റത്തെത്തിയപ്പോഴാണ് ഈ ഖുർആനിന്റെ വചനം കേൾക്കുന്നത്. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒട്ടകപ്പുറത്തുനിന്ന് താഴെ ഇറങ്ങുക. കാണാതെ ഖുർആന് പഠിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ഇസ്ലാമിന്റെ ജീവൻ പോരാളിയായി നിലകൊണ്ട നേതാവ് ഉമർ ഇബ്നുൽ ഖത്താബ് ഹൃദയങ്ങളിൽ പിന്നെയും അത് ആവർത്തിക്കുന്നു. ഇത് ചിന്തിച്ചു മക്കളെ. 2012 വരുമ്പോൾ കിഴക്കൻ ചക്രവാളത്തിൽ നിന്ന് ഉദിച്ചു പൊങ്ങുന്ന സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഉദിക്കുമെന്ന് സത്യമാണെങ്കിലും അസത്യമാണെങ്കിലും ഇന്നത്തെ ശാസ്ത്രം സമ്മതിക്കാനെങ്കിലും സന്മനസ് കാണിച്ചെങ്കിൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മുസ്ലിം ഉമ്മത്തിന്റെ മാത്രമല്ല ഈ ലോകത്തിന്റെ നേതൃത്വം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഹബീബ് ശഫീഉൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകാവസാനത്തിന്റെ വ്യക്തമായ തെളിവായി പ്രഖ്യാപിച്ച പടിഞ്ഞാറുനിന്നും സൂര്യൻ ഉദിക്കുമെന്ന സത്യത്തിലേക്കെങ്കിലും ഈ രാജ്യത്ത് ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരുടെ കണ്ടുപിടുത്തങ്ങൾ എത്തിയില്ലേ? ഇതാണ് നമുക്ക് സന്തോഷിക്കാനും സമാധാനിക്കാനുമുള്ളത്. ലോകത്തിന് അവസാനമുണ്ടെന്നും അന്ത്യമുണ്ടെന്നും സത്യത്തിലേക്ക് ഹബീബിന്റെ പ്രഖ്യാപനങ്ങളിലേക്ക് ഈ ലോകം കടന്നു വന്നിട്ടില്ലേ? ഈ സൂര്യനെ പറ്റി ആരാണ് പ്രതിപാദിക്കുന്നത്? മുസ്ലിം ഉമ്മത്തിന്റെ ആധികാരിക ആധാരമായ വിശുദ്ധ ഖുർആനിൽ ഇവ ശംസ് കുതിറത്ത് വഇദൽ നുജൂമു കദറത്ത് വഇദൽ ജിബാലു സുജിറത്ത് വഇദൽ ബിഹാറു സുജിറത്ത്. ഓ സഹോദരങ്ങളെ, ആ ഖുർആനിന്റെ വചനങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങൾ പിന്നെയും പിന്നെയും ആവർത്തിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് ഓടുകയാണ്. എങ്ങോട്ടാണ് ഉമറുൽ ഫാറൂഖ് ഓടുന്നത്? ഈ തപ്പഴത്തോട്ടത്തിലേക്ക് ഓടുകയാണ്. ബുദ്ധിയുടെ സമനിലയ്ക്ക് മാറ്റം വന്നതോ സ്വർഗമുണ്ടെന്ന് പഠിപ്പിക്കപ്പെട്ട ഉമർ ഇന്നത്തെ ഖുത്ബയിൽ ഓതിയല്ലോ. ഉമറുൽ ഫാറൂഖ് പറഞ്ഞു, യാ ലൈതനീ ലം തലിദ്നീ ഉമ്മ ഉമറാ. ഉമറിന്റെ ഉമ്മ ഈ ഉമറിനെ പ്രസവിച്ചില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ. മനുഷ്യന്റെ കൂട്ടത്തിൽ ഉമർ പെട്ടില്ലായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങൾ അന്ന് പറഞ്ഞത് ഇന്ന് നമ്മൾ അനുസ്മരിക്കുകയാണ്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ബുദ്ധിയുടെ ലെവല് തെറ്റിപ്പോയി. മോമിനീങ്ങളെ, സ്വർഗമാണ്, സ്വർഗമുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ മിഅ്റാജിന്റെ രാത്രി ഉമറുൽ ഫാറൂഖിന്റെ സ്വർഗം കണ്ടത് നിങ്ങളും ഞാനും പലതവണ കേട്ടതാണ്. അങ്ങനെയുള്ള ഉമറുൽ ഫാറൂഖ് ആഖിറത്തെപ്പറ്റി ആലോചിച്ച്, ലോകാവസാനത്തെപ്പറ്റി ആലോചിച്ച്, സൂര്യൻ പടിഞ്ഞാറ് നിന്നും ഉദിക്കുന്നതിനെപ്പറ്റി ആലോചിച്ച്, ഈ ഗാലക്സി ധാരാപഥങ്ങൾ തകർക്കപ്പെടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ആലോചിച്ച് ബ്രെയിനിന്റെ സമനിലയ്ക്ക് മാറ്റം സംഭവിച്ച് പഴത്തോട്ടങ്ങളിൽ ചെന്നുകൊണ്ട് മൂകമായ ഒരു അന്തരീക്ഷത്തിൽ ബഹുമാനപ്പെട്ടവൾ ധ്യാനനിരതനാകുന്നു.
ദിവസങ്ങളോളം അവിടെ കടഞ്ഞുകൂടിയെന്നാണ് മഹാന്മാര് പഠിപ്പിച്ചതെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സംഭവിക്കുന്ന ഖിയാമത്ത് നാളിനെ പറ്റി